ഈ ഓടി വരുന്ന കക്ഷിയെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പാണ്ടപ്പൻ. അവൻ്റെ മുതുകത്ത് വലിയ പാണ്ടുകളുള്ളതുകൊണ്ടാണ് അവനെ അങ്ങനെ വിളിച്ചത്. കുറേ കാലമായി അവനൊരു പെണ്ണായയുടെ കൂടെ വന്നുകൊണ്ടിരുന്നതാണ്. വരും, ഭക്ഷണം കഴിക്കും, പോകും, അതായിരുന്നു അവരുടെ റൊട്ടീൻ. ഇപ്പോൾ അവളെ കാണുന്നില്ല. അവൻ തനിയാണ് വരുന്നത്. അങ്ങനെ വന്ന് അവൻ പിന്നീട് പോകാതെയായി. ഇവിടെ അവന് കൂട്ടിന് ചെടിക്കുഞ്ഞുണ്ട്. ഇവരുടെ ഈ ഉല്ലാസവും കളികളുമൊക്കെ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാക്കും, അല്ലേ? അങ്ങനെ അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോഴാണ് അവൻ്റെ വലതുകാലിൽ ഒരു ട്യൂമർ വളർന്നു തുടങ്ങിയത് കണ്ടത്. അങ്ങനെ കോട്ടയത്തെ അതിരമ്പുഴയിലുള്ള ഹോസ്പിറ്റലിൽ അവൻ്റെ ട്യൂമർ റിമൂവ് ചെയ്യുവാൻ വേണ്ടി അവനെ കൊണ്ടുപോയി. ഞങ്ങളുടെ ഒപ്പം കൂടുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു കഥയുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്നവരാണ് ഇവനെ സംരക്ഷിച്ചു പോന്നിരുന്നത്. പക്ഷേ വാടക വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ അവരിവനെ കൂടെ കൂട്ടുവാൻ തയ്യാറായില്ല. എന്നാൽ അതുകൊണ്ടൊന്നും അവനൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. അവൻ്റെ കൂട്ടുകാരിയായ പെണ്ണായയുടെ വീട്ടിൽ നിന്നും അവൻ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കിട്ടുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരിയായിരുന്ന ആ പെണ്ണായ എന്തോ അസുഖം ബാധിച്ച് മരിച്ചുപോയി. ആഴ്ചകളോളം അവൻ അവളെ അന്വേഷിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ നടന്നു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. പിന്നെ അവനെ കാണാതായി എന്നും പലയിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നതാണ് എന്നും അവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ അവൻ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. എന്തായാലും അവന് ഭക്ഷണം കൊടുത്ത് വളർത്തിയ ആ വീട്ടുകാർക്ക് അവൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമായി. ഇപ്പോൾ ട്യൂമറിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് തുടർ ചികിത്സകളൊക്കെ കഴിഞ്ഞ് അവൻ സുഖമായി ഇതുവഴി സന്തോഷവാനായി തുള്ളിത്തിമിർത്ത് നടക്കുന്നു.